Dear students, welcome to Career Maker. ഇന്നിപ്പോൾ നമ്മൾ IBPS PO 2025-26 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് വേക്കൻസീസ്, പ്രയോറിറ്റീസ്, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ IBPS PO നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വെബ്സൈറ്റിൽ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ നെയിം www.ibps.in എന്നാണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാം ചെയ്യുന്നത് ibps.in എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരിക്കും. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡിങ് ഡേറ്റ് നോക്കാം. 1 ഓഗസ്റ്റ് തൊട്ട് 21 ഓഗസ്റ്റ് വരെ, അതായത് 21 ആഗസ്റ്റാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെത്. ദെൻ നമുക്ക് ടയർ 1 എക്സാം, പ്രിലിമിനറി എക്സാംസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഒക്ടോബർ 2024 ആണ്. അപ്പോൾ ഒക്ടോബർ 2024 എന്ന് പറയുമ്പോൾ അപ്രോക്സ് നമുക്കൊരു 60-70 ഡേയ്സ് കിട്ടുന്നുണ്ടാവും എക്സാമിന്. ദെൻ ടയർ 1 എക്സാംസിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് ഒക്ടോബർ ലാസ്റ്റ് ഓർ നവംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പോൾ ടയർ 2 എക്സാംസ്, അതായത് മെയിൻസ് ലെവൽ എക്സാംസിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ 2024 അപ്രോക്സ്. അപ്പോൾ ടയർ 1 എക്സാം കഴിഞ്ഞൊരു 30-45 ഡേയ്സിനിടയ്ക്ക് ഒരു ടൈം ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് മെയിൻസ് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്. ദെൻ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് ജാനുവരി ടു ഫെബ്രുവരി ആണ്. നോർമലി അതിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് എല്ലാ വർഷത്തെ പോലെ നെക്സ്റ്റ് ഇയർ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ ആയിരിക്കും പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കുകൾ ഏതൊക്കെ ബാങ്കുകളുണ്ടെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക്. അപ്പോൾ അപ്രോക്സ് നമുക്ക് നോക്കിയാൽ അറിയാം 11ഓളം ബാങ്കുകൾ ഈ എക്സാംസുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഏജ് കാറ്റഗറി വന്നിട്ട് 20 വയസ്സാണ് മിനിമം ഏജ്, മാക്സിമം ഏജ് അപ് ടു 30 ഇയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നോർമലി ഓരോ ഏജ് റിലാക്സേഷൻ, ഓരോ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ഓൾറെഡി പറയുന്നുണ്ട്. SC/STക്ക് 5 ഇയേഴ്സും, അതർ ബാക്ക്വേർഡ് OBC കാറ്റഗറിക്ക് 3 ഇയേഴ്സും, അതേപോലെ അത് വേറെ ഡിസബിലിറ്റീസ് എന്തെങ്കിലുമുള്ള ആൾക്കാർക്ക് 10 ഇയേഴ്സ്, ദെൻ എക്സ് സർവീസ്മാൻ ആ ലെവലിലുള്ള ആൾക്കാർക്കൊരു 5 ഇയേഴ്സ് ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻസ് ഈ നോട്ടിഫിക്കേഷൻസിനകത്തുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ എലിജിബിലിറ്റി അനുസരിച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് എന്ത് ചെയ്യേണ്ടി വരും, ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ദെൻ എനി ഗ്രാജുവേറ്റ്സിനായിരിക്കും ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പോൾ 21 ഓഗസ്റ്റ് തന്നെ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ്റെ ഫീസ് പറയുന്നുണ്ട്. നോർമൽ ആൾക്കാർക്ക് 850, SC/ST ഓർ PWD ലെവൽ കാൻഡിഡേറ്റ്സിന് 175 ആയിരിക്കും ആപ്ലിക്കേഷൻ്റെ ഫീസ് വരുന്നത്. ദെൻ ടയർ 1 എക്സാംസിൻ്റെ സിലബസ് നോർമൽ നമ്മുടെ ബാങ്ക് എക്സാംസുകളുടെ സെയിം സിലബസ് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്ന ടയർ 1 എക്സാംസുകൾക്ക്. ഇംഗ്ലീഷ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, 100 മാർക്സ് ആൻഡ് 1 അവർ, അതായത് 1 മണിക്കൂറിനകത്ത് 100 ക്വസ്റ്റ്യൻസിനകത്ത് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷിലൊരു 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ദെൻ മാത്സ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ്, ദെൻ റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. ദെൻ ഇവിടെ ഓരോന്നിനും ഒരു കോമ്പോസിറ്റ് ടൈം ഉണ്ട്, 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ്. അതായത് മാത്സ് ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് 20 മിനിറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു പോവുക. അപ്പോൾ നോർമലി ടയർ 1 ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾക്ക് ടയർ 2 എക്സാംസുകളുണ്ടാവും. ടയർ 2 എക്സാംസിൻ്റെ പാറ്റേൺ ഇതായിരിക്കും. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൽ 45 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് 60 നമ്പർ ഓഫ് മാർക്സ് ആൻഡ് ടൈം അലോക്കേറ്റഡ് ഫോർ സ്പെസിഫിക് ടൈം പീരീഡ്സ് ലൈക്ക് ദറ്റ് ഓഫ് 60 മിനിറ്റ്സ്. ദെൻ ബാങ്കിങ് ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 35 മിനിറ്റ്സ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 35 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 മാർക്ക് 40 മിനിറ്റ് ആയിരിക്കും. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷന് 35 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 185 ക്വസ്റ്റ്യനും 200 മാർക്കും 3 മണിക്കൂറും ആയിരിക്കും ടയർ 2 എക്സാമിന് വരുന്നത്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിനകത്ത് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊരു 30 മിനിറ്റ്സ് ആയിരിക്കും അതിന് വരുന്ന ടൈം പീരീഡ്. ദെൻ ഈ വർഷത്തെ നമ്പർ ഓഫ് വേക്കൻസീസ് കറൻ്റ്ലി അറൗണ്ട് ഒരു 4455, 4455 നമ്പർ ഓഫ് വേക്കൻസീസ്, 4455 നമ്പർ ഓഫ് വേക്കൻസീസാണ് കറൻ്റ്ലി ഔട്ടായേക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ബാങ്കുകളും കൂടെ അതിനകത്ത് നോട്ടിഫിക്കേഷൻസിനകത്ത് വേക്കൻസി ഡിക്ലെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വർഷങ്ങളിൽ അറൗണ്ട് ഒരു 6500 to 7000 നമ്പർ ഓഫ് വേക്കൻസീസ് ഈ വരുന്ന പോസ്റ്റുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാങ്കുകളുടെ വേക്കൻസീസ് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ അറിയാം, ബാങ്ക് ഓഫ് ബറോഡ നോട്ട് റിപ്പോർഡ് ആണ്. ഇപ്പോൾ നോട്ട് റിപ്പോർഡ്, അതേപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോക്കിയാൽ നോട്ട് റിപ്പോർഡ് ആണ്, ഇന്ത്യൻ ബാങ്ക് നോക്കിയാൽ നോട്ട് റിപ്പോർഡ് ആണ്, യൂക്കോ ബാങ്ക് നോട്ട് റിപ്പോർഡ് ആണ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് റിപ്പോർഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം
5ഓളം ബാങ്കുകളുടെ വേക്കൻസീസ് കറൻ്റ്ലി നോട്ട് റിപ്പോർട്ടഡ് ആയിട്ട് കിടക്കുകയാണ്. കറൻ്റ്ലി 6 നമ്പർ ഓഫ് ബാങ്കുകളാണ് വേക്കൻസികളുടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള 5 ബാങ്കുകളുടെ വേക്കൻസിയും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് 6500 to 7000 നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് വേക്കൻസി കൂടിയ ബാങ്കുകൾ നോക്കി നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റുകൾ കൊടുക്കാവുന്നതാണ്. ദെൻ എക്സാം സെൻറ്റേഴ്സ്, നിങ്ങളുടെ ഏത് സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിനനുസരിച്ചുള്ള എക്സാം സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ IBPS.in എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കരിയർ മേക്കർ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ